ഹലോ, ഇത് ഞങ്ങൾ സിറ്റി സെൻറ്റർ വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതിനു വേണ്ടിയാണ്. ഇന്നത്തേത് വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു. വിൻ്ററൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്പ്രിംഗ് സീസണാണ്. മരങ്ങൾക്കൊക്കെ ഇനി ഇലകൾ വന്ന് തുടങ്ങും. ചില മരങ്ങളിലൊക്കെ പൂവായിട്ടുണ്ട്. ഇവിടെ പെട്ടെന്നാണ് കേട്ടോ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്. ചിലപ്പോൾ വെയിൽ കണ്ടുകൊണ്ടായിരിക്കും ഇറങ്ങുന്നത്, അത് കഴിഞ്ഞൊരു 5-10 മിനിറ്റിനകം മഴയും പെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ലുവാസിലാണ് സിറ്റിയിലോട്ട് പോകുന്നത്. അതാണ് കൂടുതൽ സൗകര്യം. ട്രാഫിക് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും. കാറിലും ബസ്സിലും ഒക്കെ ആണെങ്കിൽ കുറേ നേരം ട്രാഫിക്കിൽ കിടക്കേണ്ടി വരും. പാർക്കിംഗ് ആണെങ്കിലും സിറ്റിയിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് തന്നെയാണ് ബെറ്റർ. അപ്പം ദേ സിറ്റിയിലെത്തി. ഇത് ഡൺസ് ആണ്. അടുത്തതായിട്ട് ഇനി സെൻറ്റ് പാട്രിക്സ് ഡേ, ഈസ്റ്റർ ഒക്കെ വരുന്നത് കൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണും സ്റ്റോറുകളിൽ. ഇവിടെ ഇട്ടിരിക്കുന്ന ഗ്രീൻ കളറിലെ ഡ്രസ്സും ആക്സസറീസും ഒക്കെ സെൻറ്റ് പാട്രിക്സ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വൈറ്റ് കളറിലെ ഡ്രസ്സൊക്കെ ഹോളി കമ്മ്യൂണിയന് വേണ്ടിയൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ ഇവിടെ ഇപ്പം മെയിനായിട്ട് വന്നത് മോൻ്റെ സ്കൂളിൽ വേൾഡ് ബുക്ക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും ഫേവറേറ്റ് ബുക്ക് അന്ന് സ്കൂളിൽ കൊണ്ടുപോകാം. അതുപോലെ ബുക്കിലെ ഫേവറേറ്റ് ക്യാരക്ടറിൻ്റെ വേഷവും ഇട്ടുകൊണ്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഡ്രസ്സ് നോക്കാനായിട്ട് വന്നതാണ്. ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിലെ ചിലതിലൊന്നും സൈസിന് പറ്റിയതില്ലായിരുന്നു. പിന്നെ ഉള്ളതിൽ ഈ ഒരു ഹോറി ഹെൻറിയുടെ ബുക്ക് അപ്പോൾ വായിച്ചിട്ടുള്ളതാണ്. ആ ഒരു ബുക്കുണ്ട്. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു, അതാണ് സെലക്ട് ചെയ്തത്. ഏതായാലും കടയിൽ വന്നതല്ലേ, ചുമ്മാ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. ബാഗുകളുടെ ഏരിയ വരുമ്പോൾ എന്താണെന്നറിയില്ല, അവിടെ നിന്ന് കുറേ സമയം ചിലവാക്കിയിട്ടേ പോകത്തുള്ളൂ. ഇതൊക്കെ നോക്കി കാണുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് കഫേയിലോട്ടാണ്. ഡൺസിൻ്റെ മുകളിൽ തന്നെ അവരുടെ കഫേ ഉണ്ട്. അവിടെയാണ് ഇപ്രാവശ്യം പോയത്. ഇടയ്ക്ക് കുറച്ച് നാൾ ഇത് ഓപ്പൺ അല്ലായിരുന്നു, എന്തോ വർക്ക് നടക്കുമായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് നല്ല ആംബിയൻസ് ഉള്ള ഒരു കഫേയാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്നപ്പോൾ സാറയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ജാക്കറ്റ്സ് ഒക്കെ ഒന്ന് നോക്കിയതാണ്, പക്ഷേ ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല.
ഇനിയിപ്പോൾ ഇരുട്ടാനൊക്കെ വൈകും, 6:30 ആവും. അങ്ങനെ പോയി രാത്രി 10 മണി വരെയും വെളിച്ചമുള്ള സമയം വരും ഇനി അങ്ങോട്ട് ഉള്ള മാസങ്ങളിൽ. പിന്നെ പോയത് ടെസ്കോയിലോട്ടാണ്. ഇത് ജെർവീസ് ഷോപ്പിംഗ് സെൻറ്ററിനകത്തുള്ള ടെസ്കോ ആണ്. ചില ടെസ്കോയിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയ സെക്ഷൻ കാണും, ഡ്രസ്സുകൾക്കായിട്ടും പിന്നെ ചെറിയ ആക്സസറീസിനൊക്കെ ആയിട്ടുള്ളതും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതൊക്കെ തന്നെയാണ് ഇവിടെയും കിട്ടാറുള്ളത്. ഇവിടെ വായിക്കാൻ പറ്റിയ ബുക്സും പിന്നെ കാർഡ്സും ഒക്കെ വെച്ചിട്ടുള്ള ഏരിയ ആണ്. ടോയ്സും ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാനിരുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ തിരക്കുള്ളിടത്ത് വന്നാൽ ഒരു മെയിൻ പ്രശ്നം ഇരിക്കാനുള്ള പ്ലേസ് കിട്ടത്തില്ല എന്നുള്ളതാണ്. മോളുകളിലൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെയും ആയിട്ടൊക്കെ ഇരിക്കാനുള്ള സ്ഥലം കാണും, പക്ഷേ അതിലൊക്കെ ആൾക്കാരായിരിക്കും. പിന്നെ ഉള്ളത് കടകളിലെ ഷൂസൊക്കെ വെച്ചിട്ടുള്ള ഏരിയ ഇല്ലേ, അവിടെ കാണും ഇരിക്കാനുള്ള സ്ഥലം. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റും. തിരിച്ചും ലുവാസിന് തന്നെയാണ് പോകുന്നത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്